അറഫയിൽ എല്ലാവരും ക്ഷീണിച്ചിട്ടാണ് എത്തുക. കാരണം മിനയില് അഥവാ യൗമുത്തർവിയ ദുൽഹിജ്ജ 8 എല്ലാവരും മിനയിൽ താമസിച്ച് അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ യാത്രാ ക്ഷീണങ്ങൾ, അവിടെ നിന്ന് മണിക്കൂറുകൾ വാഹനത്തിൽ ബസ്സിൽ യാത്ര ചെയ്ത് അറഫയിലെത്തുക, തലേന്നത്തെ ഉറക്കമൊഴിച്ചൽ ഒക്കെ ആയിട്ട് അറഫയിലെത്തുക വളരെ ക്ഷീണിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ക്ഷീണിച്ച് അറഫയിലെത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അറഫയിലെത്തിയ ആവേശം കൊണ്ട് അവിടെ നമ്മൾ കുറെ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനൊക്കെ നിൽക്കും. പക്ഷെ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അറഫന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം പലർക്കും നഷ്ടപ്പെടുകയാണ്. ഞാനത് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ പറയാണ്. കാരണം അറഫയിലെത്തുന്നു, പിന്നീട് ഇബാദത്തുകളിൽ മുഴുകുന്നു, പിന്നെ രാത്രി ഉറക്കമൊഴിയുന്നു, പിന്നെ ളുഹർ വരെയുള്ള സമയം, ആ പ്രധാനപ്പെട്ട സമയം ഉറങ്ങേണ്ട സമയമാണ്. അവിടെ നമ്മൾ ഇബാദത്തുകളൊന്നും ചെയ്യാൻ നിൽക്കരുത്. സുബൈ നിസ്കാരം കഴിഞ്ഞാൽ വേഗം കിടന്നുറങ്ങുക. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം ഉച്ചയുടെ ശേഷമുള്ള സമയമാണ്. പക്ഷെ പലരും ഈ രാവിലെ മുതൽ ളുഹർ വരെയുള്ള സമയത്ത് ഇബാദത്തുകളൊക്കെ ചെയ്ത് അവസാനം ളുഹറിന്റെ സമയമാകുമ്പോൾ കാണാം എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട അറഫന്റെ സമയം എന്ന് പറയുന്നത് ആ ഉച്ച സമയമാണല്ലോ. പക്ഷെ ആ ഉച്ച സമയത്ത് പലർക്കും ഉറക്ക് വരികയാണ്. കാരണം എങ്ങനെ ഉറക്ക് വരാണ്ട് ക്ഷീണിതനാണ്. പിന്നെ ഒരു നിലക്കും അവര് അതിനു വേണ്ടി തയ്യാറായിട്ടില്ല, പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം അറഫയിൽ പലരുടെ ഭാഗത്തു നിന്ന് കാണുന്നു. ളുഹർ നിസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അറഫന്റെ ആ പുണ്യമേറിയ സമയം, ആ അറഫന്റെ സമയം, ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഓരോരുത്തർ ഇങ്ങനെ ഇരുന്നിടത്ത് നിന്ന് ഇങ്ങനെ തൂങ്ങി ഉറങ്ങാണ്. അതേ സമയത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവര്, നമ്മൾ കേരളക്കാരാണ് അങ്ങനെ കൂടുതൽ ഉറങ്ങുന്നതായി ഞാൻ കണ്ടത്. അതേ സമയത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവര് അവർ ആ രാവിലെ സമയം പരമാവധി കിടന്നുറങ്ങി ഉച്ച സമയം അവർ കുളിച്ച് വൃത്തിയായി നല്ല ഫ്രഷായി പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അഥവാ ഇഹ്റാമിന്റെ നല്ല വസ്ത്രം ധരിച്ച് അവരങ്ങനെ ഓരോ മരത്തിന്റെ അടിയിൽ പോയി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കാണാം. വല്ലാത്തൊരു രംഗമാണത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത് ആ കരയുക, ആ ഒരു അസുറിന്റെ സമയം, അഥവാ ളുഹർ മുതൽ അസുർ വരെയുള്ള സമയം ദിക്റുകൾ ഇങ്ങനെ ചൊല്ലി അവസാനം അസുറിന്റെ സമയമാകുമ്പോൾ കൽബ് പൊട്ടണം, ഹൃദയം പൊട്ടണം, എല്ലാം അള്ളാഹിനോട് ചോദിക്കണം, റബ്ബിന്റെ മുന്നിൽ കരയണം. ഒരു ഭാഗത്ത് നിന്ന് യൂറോപ്യന്മാര് കരയുന്നു, മറ്റു ഭാഗത്ത് അറബികൾ കരയുന്നു, വേറൊരു ഭാഗത്ത് പല രാജ്യങ്ങൾ വന്നവർ ഓരോ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ കരയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഹജ്ജ് ചെയ്താലും പിന്നെയും പിറ്റത്തെ വർഷം ഹജ്ജിന് വേണ്ടി പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒറ്റ ഒരു രംഗം ഓർത്തുകൊണ്ടാണ്. അറഫന്റെ ആ ഒരു വല്ലാത്ത ഹൃദയം പൊട്ടിപ്പോകുന്നൊരു സമയം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരും ഹജ്ജിന് പോകുന്നവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ്.